നമസ്കാരം. മലയാളികളുടെ പ്രിയ ഗായികയാണ് കെ.എസ്. ചിത്ര. മലയാളികളുടെ മൊത്തം ചിത്ര ചേച്ചി. തന്റെ ശബ്ദം കൊണ്ടും പെരുമാറ്റം കൊണ്ടും മലയാളി മനസ്സിൽ ഒരിക്കലും മായാത്തൊരു ഇടം കണ്ടെത്തിയിട്ടുണ്ട് ചിത്ര. നമ്മുടെ സന്തോഷത്തിനും സങ്കടത്തിനും ഒക്കെ കൂട്ടിരിക്കാൻ ചിത്രയുടെ ശബ്ദം ഓടിയെത്താറുണ്ട്. ഇത്രയും കാലം സംഗീത ലോകത്ത് നിറസാന്നിധ്യമായി നിൽക്കാൻ സാധിച്ച മറ്റൊരു ഗായികയുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ചിത്രയുടെ പിറന്നാൾ. നിരവധി പേരാണ് താരത്തിന് ആശംസകളുമായി എത്തിയിരുന്നത്. ഈ വേളയിൽ നടി മഞ്ജു വാര്യരും ആശംസകളുമായി എത്തിയിരുന്നു. ഏറെ പ്രിയപ്പെട്ട ചിത്ര ചേച്ചിക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നുവെന്നായിരുന്നു മഞ്ജു കുറിച്ചത്. ചിത്രയോട് ചേർന്ന് നിന്നുള്ള ഫോട്ടോയും മഞ്ജു പോസ്റ്റ് ചെയ്തിരുന്നു. ഏറെ ഇഷ്ടമുള്ള രണ്ടുപേരെയും ഒന്നിച്ചു കാണാനായതിന്റെ സന്തോഷമാണ് ആരാധകർക്ക്. മുമ്പൊരിക്കൽ ചിത്ര ചേച്ചിയുടെ പാട്ടിനൊപ്പം ചുണ്ടനക്കാനാവുന്നത് വലിയൊരു ഭാഗ്യമാണെന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞിരുന്നത്. ചിത്ര ചേച്ചിയുടെ അടുത്ത് നിൽക്കാൻ അവസരം കിട്ടുമ്പോഴെല്ലാം മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. പറഞ്ഞറിയിക്കാനാവില്ല ആ വികാരം. സംഗീതം ഇഷ്ടമുള്ള എല്ലാവരുടെയും വികാരമാണ് ചിത്ര ചേച്ചി. ചേച്ചിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിന് സന്തോഷം തോന്നുന്ന, തണുപ്പ് കിട്ടുന്ന ഗാനങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത്. നമ്മുടെ കഴിവ് എത്രത്തോളം വലുതാണോ അത്രത്തോളം നമ്മൾ ഡൗൺ ടു എർത്ത് ആയിരിക്കുക എന്ന് പറയുന്നത് ചിത്ര ചേച്ചിയിൽ നിന്നും കണ്ടുപഠിക്കേണ്ട കാര്യമാണെന്നും മഞ്ജു പറഞ്ഞിരുന്നു. അഭിനയിച്ച ആളും പാടിയ ആളും ഇടയ്ക്ക് വേദികളിൽ ഒന്നിക്കാറുണ്ട്. മഞ്ജു പാടിക്കേട്ടതിൽ ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് ചോദിച്ചപ്പോൾ പാമരം പളുങ്കുകൊണ്ട് എന്നായിരുന്നു ചിത്ര പറഞ്ഞത്. മായാത്ത ചിരിയുമായി വേദിയിൽ വിസ്മയം തീർക്കുന്ന ചിത്രയ്ക്ക് മലയാളിയുടെ മനസ്സിൽ എന്നും ഒരു സ്ഥാനമുണ്ട്. ചിത്രയുടെ പാട്ടിനോളം തന്നെ ലാളിത്യം നിറഞ്ഞ പെരുമാറ്റത്തെയും പുഞ്ചിരിയെയും മലയാളികൾ സ്നേഹിക്കുന്നുണ്ട്. 6 തവണ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ ദക്ഷിണേന്ത്യയുടെ സ്വന്തം വാനമ്പാടി 16 തവണ കേരള സംസ്ഥാന പുരസ്കാരം നേടി. കേരളത്തിന് പുറമെ 9 തവണ ആന്ധ്ര സംസ്ഥാന അവാർഡും 4 തവണ തമിഴ്നാട് സംസ്ഥാന അവാർഡും 3 തവണ കർണാടക സംസ്ഥാന അവാർഡും സ്വന്തമാക്കി. 2021 രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ നൽകിയ രാജ്യം ചിത്രയെ ആദരിച്ചു. ബ്രിട്ടീഷ് പാർലമെന്റ്, റോയൽ ആൽബർട്ട് ഹാൾ ലണ്ടൻ, ന്യൂയോർക്ക് മെട്രോപൊളിറ്റൻ ഓപ്പറ ഹൌസ്, കിങ്ഹായ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ചൈന, ന്യൂജേഴ്സി സെനറ്റ് തുടങ്ങിയ അന്താരാഷ്ട്ര വേദികളിലും ചിത്ര ആദരിക്കപ്പെട്ടു. കരമന കൃഷ്ണൻ നായരുടെയും ശാന്തകുമാരിയുടെയും മകളായ 1963 ജൂലൈ 27 തിരുവനന്തപുരത്തെ കരമനയിലാണ് കെ.എസ്. ചിത്ര ജനിച്ചത്. അച്ഛനായിരുന്നു ആദ്യ ഗുരു. കെ. ഓമനക്കുട്ടി ടീച്ചറുടെ കീഴിൽ കർണാടിക് സംഗീതം പഠിച്ച ചിത്രയെ സിനിമാ സംഗീതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് M.G. രാധാകൃഷ്ണനാണ്. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി തന്റെ സ്വര മാധുര്യയാൽ സംഗീത പ്രേമികളുടെ ഹൃദയം കവരുകയാണ് ഈ ഗായിക. 75,000-ലേറെ ഗാനങ്ങൾ, 20 ഭാഷകൾ, 40 വർഷത്തെ മികവ് എന്നിങ്ങനെ നീളുന്നു ചിത്രയുടെ സംഗീത യാത്ര. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഒറിയ, ഹിന്ദി, ബംഗാളി, ആസാമീസ്, തുളു തുടങ്ങിയ വിവിധ ഭാഷകളിലായി 20,000-ത്തിലധികം പാട്ടുകൾ ചലച്ചിത്രങ്ങൾക്ക് വേണ്ടിയും 7,000-ത്തോളം പാട്ടുകൾ അല്ലാതെയും പാടിയിട്ടുള്ള ചിത്രയുടെ സംഗീത ജീവിതം 4 പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്. പ്രിയപ്പെട്ട മെലഡികളിൽ ചിത്രയുടെ ഒരൊറ്റ ഗാനമെങ്കിലും ഇല്ലാത്ത മലയാളികൾ കുറവായിരിക്കും.